നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നത്. നമ്മൾ ആ ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓൾവേസ് നിങ്ങൾ അത്തരത്തിലൊരു ഫീഡ്ബാക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ ഭാഗത്തുണ്ട്. കാരണം ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, നമുക്ക് എവിടെയാണ് എറർ പറ്റിയിട്ടുള്ളത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരിയായ വൈസ് ആയിട്ടുള്ള ഡിസിഷൻസുകൾ എടുക്കാനും ചില കറക്റ്റ് ആയിട്ടുള്ള ചോയ്സസുകൾ എടുക്കുവാനും സാധിക്കുന്നത് നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ മാത്രമാണ്. സോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ് മേഖലയിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതും നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. നമ്മളുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ മറ്റൊരാൾ നമ്മളോട് ആ ഫീഡ്ബാക്ക് തരുന്ന സമയത്ത് അതെന്നെ കുറ്റപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ അതിന്റെ കുറവ് പറയുന്നതാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഫീഡ്ബാക്കിനെ റൈറ്റ് വേയിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഫീഡ്ബാക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ശരിയായ രീതിയിൽ തന്നെ അതിനെ നോക്കിക്കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ഫീഡ്ബാക്ക് എക്സലൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ 10 പോയിന്റ്സ്, അതായത് ഒരു കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് എക്സൽ ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള 10 കമ്മിറ്റ്മെന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. സീ ദ ഗുഡ്, നല്ല കാര്യങ്ങളെ കാണുക. റിസ്ക്, ഫെയിലിയർ, വർക്ക് സ്മാർട്ട്, എക്സ്പാൻഡ് ഇൻ ഓൾ ടേംസ്, മൈൻഡ്, ഗോൾ, ബിസിനസ്, ആക്ഷൻ, എവറിത്തിങ് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. ബി കൺസിസ്റ്റന്റ്, ബി പാഷനേറ്റ്, മെയിൻറ്റെയിൻ സെൽഫ് റെസ്പെക്ട്, കീപ് തിങ്സ് ഇൻ ബാലൻസ്, nurture relationships and seek feedback. So ഈ 10 കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങളെ ഒരു ബിസിനസ്സിൽ എക്സൽ ചെയ്യിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ഈ 10 കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്.